ഇതാണ് ഡൽഹി എയർപോർട്ട്. എന്തായാലും ഒരു ഇന്ത്യൻ കൾച്ചറൊക്കെ ഉള്ള എയർപോർട്ടായിരുന്നു. ഒരു എലിഫൻറ്റിനെയൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. ആദ്യം കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് യോഗാസ് ആണെന്ന്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഡൽഹി എയർപോർട്ടിൽ നമുക്ക് 3 hours ഓഫ് ലേ ഓവർ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് അറിഞ്ഞേയില്ല. ലഗേജ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഫ്ലൈറ്റിനുള്ള ബോർഡിംഗ് ആയിരുന്നു. മിസ്റ്റർ ഫത്തുവിൻ്റെ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ട് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സ്റ്റെയേഴ്സ് വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്ന്. അത് എന്തായാലും സാധിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 ഭാഗത്തായിട്ടായിരുന്നു 2 വിൻഡോ സീറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ കാശ്മീരിൻ്റെ വ്യൂ ആ ഫ്ലൈറ്റിലിരുന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അത് ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെജ് മീലായിരുന്നു. ഒരു വെജ് റോൾ ആൻഡ് ഒരു കപ്പ് കേക്ക് ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഒരു മോർണിംഗ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഞാൻ കയറിയ ഫ്ലൈറ്റ്സൊക്കെ നൈറ്റ് വ്യൂ ഉണ്ടായിട്ടുള്ളതായിരുന്നു. രാവിലെ ഞാൻ ഇതുവരെ ഫ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് നമ്മൾ ആ മൗണ്ടൈൻ്റെ വ്യൂ കാണുക എന്നറിയാത്തതുകൊണ്ട് ഞാൻ ഫുൾ ടൈം വിൻഡോ ഓപ്പൺ ആയിരുന്നു. സംഭവം സൺറൈസ് ആയതുകൊണ്ട് എൻ്റെ അടുത്തുള്ള പാസഞ്ചേഴ്സ് കുറച്ച് ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഞാനത് മൈൻഡ് ആക്കിയില്ല. ഞങ്ങൾ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് കാശ്മീരിൽ നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് ആ മൗണ്ടൈൻസിൻ്റെ വ്യൂ കിട്ടിയില്ല. ബട്ട് നല്ല ഒരു ക്ലൗഡ്സിൻ്റെ വ്യൂ കിട്ടിയായിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മരുഭൂമിയിൽ നിന്ന് പച്ചപ്പിലേക്ക് പോകുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്.